താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. ടെതർ ഓഷ്യന്റെ മലയാളം പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് ഡേ. ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ടെതർ ഓഷ്യൻ. അപ്പൊ ഇതിനോടകം ഒരുപാട് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു. 600-ലും അധികം ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ എന്താണ് ടെതർ ഓഷ്യൻ, എന്താണ് അതിന്റെ പൊട്ടൻഷ്യൽ, എന്താണ് അതിനെ മറ്റുള്ള പ്രോജക്റ്റുകളായിട്ട് വ്യത്യാസപ്പെടുത്തുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടെതർ ഓഷ്യൻ എന്ന് പറയുന്നത് ആ പേര് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓരോന്നും ഇപ്പൊ എന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശിവദാസ് എന്നാണ്, തൃശ്ശൂരാണ്, കുന്നത്താണ് വീട്. ഞാൻ ഇതിന്റെ വൺ ഓഫ് ദി ക്രിയേറ്റേഴ്സ് ആണ്, ഈ ഒരു പ്രോജക്റ്റിന്റെ ക്രിയേറ്റർ ആണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് സിനോഫറും കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് മാർച്ചിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. മാർച്ച് ആക്ച്വലി അതിന്റെ പ്ലാനിങ് കഴിഞ്ഞ നവംബർ മുതലുണ്ട്. അത് ഫുൾ പ്രോജക്റ്റ് ആയിട്ട് അതിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്തപ്പോൾ മാർച്ചിലാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തത്. മാർച്ച് 20th ഡിപ്ലോയ് ചെയ്തത്. 21st നമ്മളത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിൽ ഉള്ള ഓരോരോ കാര്യങ്ങളും വളരെ വളരെ എന്ത് പോയിന്റ് സംസാരിക്കാനാണെങ്കിലും അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതിപ്പോ പേരാണെങ്കിലും ശരി, അതിന്റെ പ്ലാൻ ആണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള കോൺസെപ്റ്റ് ആയാലും ശരി, എല്ലാത്തിനെ കുറിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു വളരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ്. ഇപ്പൊ ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ സ്റ്റാർട്ടിങ്ങില്, ആ പേര് ടെതർ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം. ടെതറിന് പല പല മീനിങ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്കറിയാവുന്നത് ടെതർ എന്ന് പറയുന്നത് കണക്റ്റിംഗ്, നമ്മൾ വൈഫൈ ടെതർ ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് ടെതർ ചെയ്യാന്ന് പറയും. അപ്പൊ അതിനർത്ഥം എന്താ? കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ടെതറിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിന് അർത്ഥം മാറുന്നത്, ടെതർ എന്ന് പറയുന്നത് USDT എന്ന് പറയുന്ന കോയിൻ, നമുക്ക് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോയിനാണ്. ബേസ് കറൻസി പോലെ ഉപയോഗിക്കുന്ന ഒരു കോയിനാണ് ടെതർ, അല്ലെങ്കിൽ USDT, US ഡോളർ ടെതർ. ടെതർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ ഒരു പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ടെതർ എന്ന് പറയുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോയിനാണ്. സ്റ്റെബിലിറ്റി ആണ് മെയിൻ. ദാറ്റ് ഈസ്, അതിന് ഫ്ലക്ച്വേഷൻ ഇല്ല. ക്രിപ്റ്റോ കറൻസി മേഖല എല്ലാവർക്കും അറിയാം, ഹൈ ഫ്ലക്ച്വേഷൻ ആണ്. നമുക്ക് എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നൊന്നും അത്ര പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും എക്സ്പേർട്സ് ആണെങ്കിൽ മിനിമം ഒരു 5-6 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ വളരെ ടഫ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ ഈ ഒരു മാർക്കറ്റിൽ മാത്രമല്ല, ഏതൊരു മാർക്കറ്റിലും അതെ, മാർക്കറ്റിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ടഫാണ്. ഓക്കെ, അതിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൂസേഴ്സിന്റെ എണ്ണം എല്ലാ ദിവസവും നമ്മൾ പല പല ഇതിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെയിലി ആവറേജ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് എല്ലാ ദിവസവും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് പ്രോജക്റ്റുകൾ മാത്രമല്ല. എക്സ്ക്യൂസ് മീ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണം, ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാ ദിവസവും മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ട്രേഡിംഗ് മേഖലയിലൊക്കെ. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ടെതർ ഓഷ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ടെതർ എന്നുള്ള പേര് മനസ്സിലായി. ഇനി ഓഷ്യൻ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ്നെസ് ആണ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിനോമിനൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രതിഭാസമാണ് ഓഷ്യൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ 75% വെള്ളമാണ്. അപ്പൊ ആ വാട്ടർ ാണ് നിൽക്കുന്നത്. അപ്പൊ ആ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓഷ്യൻ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അതിന് ഡെപ്ത് ആയാലും ശരി, വിഡ്ത്ത് ആയാലും ശരി. അപ്പൊ നമ്മൾ ഈ ഓഷ്യന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെപ്ത്, ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ അല്ലെങ്കിൽ ഏർണിംഗ് പൊട്ടൻഷ്യൽ, ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഏർണിംഗ് പൊട്ടൻഷ്യൽ ഓഷ്യന്റെ ഡെപ്തും വിഡ്ത്തും ഇതിനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു എന്താ പറയാ, നോർമലി നമുക്ക് കാണുന്ന പേരുകളിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ടെതർ ഓഷ്യൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സ്റ്റെബിലിറ്റി ഇൻ വാസ്റ്റ്നെസ് ആണ് ഫൈനലി നമ്മൾ അതിന് പറയുന്നത്. ടെതർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, ഓഷ്യൻ എന്ന് പറയുന്നത് വാസ്റ്റ് ആണ്. അപ്പൊ ഈ സ്റ്റെബിലിറ്റി ഇൻ വാസ്റ്റ്നെസ് എന്നാണ് നമ്മുടെ ഈ പേരുകൊണ്ട് നമ്മുടെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ക്യാപ്ഷൻ വരുന്നത്. ഓക്കെ, സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രോജക്റ്റ്. അപ്പോൾ ഡെഫി എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് മേഖല, വളരെയധികം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മേഖലയാണ്. ജനങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നു. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സുമായിട്ടുള്ള പല പല ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് പ്രോജക്റ്റുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ ഈ പറയുന്ന ആ ഒരു എന്താ പറയാ കാറ്റഗറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഈ ഒരു ഫൈനാൻസിങ്ങിലേക്ക് നിങ്ങൾ
നിങ്ങൾ അതിന്റെ ഭാഗമാവുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ മാർക്കറ്റിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സ്കാമിന്റെ എണ്ണവും വളരെ കൂടുതലാണ്. നല്ല പ്രോജക്റ്റുകളെക്കാട്ടും കൂടുതൽ സ്കാം പ്രോജക്റ്റുകളാണ് വളരെയധികം മാർക്കറ്റിലുള്ളത്. അപ്പൊ ഈ സ്കാം പ്രോജക്റ്റിൽ നിന്ന് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ഞാനും ക്രിപ്റ്റോ കറൻസി മേഖലയിലുള്ളതാണ്. നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫൈനലി നമ്മളെ അതൊരു ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മളായിട്ട് ഇതിൽ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അതാത് കമ്മ്യൂണിറ്റിയിലേക്ക് പരിചയപ്പെടുത്തുന്നവരുടെ പണം നഷ്ടപ്പെടുമ്പോൾ അത് ഒരു വലിയൊരു ബാധ്യതയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടെതർ ഓഷ്യനിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ്, നമുക്ക് ഒരിക്കലും ഒരാളുടെയും പണം നഷ്ടപ്പെടാൻ പാടില്ല. അത് ഫസ്റ്റ് പോയിന്റ് ആണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഒരുപാട് പെർസെൻറ്റേജ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ബാങ്കിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബാങ്കിലാണ് ഏറ്റവും ലോവസ്റ്റ് റേറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിശ്വാസവും ബാങ്കിൽ തന്നെയാണ്. അപ്പോ കൂടുതൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണമെന്ന് കസ്റ്റമർക്ക് നിർബന്ധമൊന്നുമില്ല. ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ചെറിയ എന്റെ ക്യാപിറ്റലിന് ചെറിയൊരു അപ്രീസിയേഷൻ കിട്ടിയാൽ പോലും അത് വലിയൊരു കാര്യമായിട്ടാണ് മെജോറിറ്റി ആൾക്കാർ നോക്കുന്നത്. അതായത് മോർ ദാൻ 90% ആൾക്കാരും ഇപ്പോഴും ബിലീവ് ചെയ്യുന്നത് ബാങ്ക് അപ്പീലാണ് വേൾഡ് ഓവർ. വെറും നിസ്സാര പെർസെൻറ്റേജ് ഒക്കെയാണ് ഈ പറയുന്ന ബാക്കിയുള്ള വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റിൽ പോയി ലാഭം ഉണ്ടാക്കുന്നതും നഷ്ടപ്പെടുത്തുന്നതും ഒക്കെ ആ ഒരു മേഖലയിലാണുള്ളത്. അപ്പൊ ഇത് രണ്ടിനെയും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ടെതർ ഓഷ്യനിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ക്രിപ്റ്റോ കറൻസിയുടെ പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു ബാങ്കിങ് സിസ്റ്റം പോലെ സേഫ്റ്റിയാണ്, എന്നാൽ മാർക്കറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ഗ്രോത്തും കാര്യങ്ങളും എല്ലാം നമുക്ക് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ഇതൊക്കെ പോലെ നമുക്ക് ഗ്രോത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വലി ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. എന്റെ പണം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്ലസ് ഇതിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പൊട്ടൻഷ്യലും ഏർണിംഗ് പൊട്ടൻഷ്യലും നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. എന്താണ് ടെതർ ഓഷ്യന്റെ കീ ഫീച്ചേഴ്സ്? ടെതർ ഓഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റെബിലിറ്റി ആങ്കേർഡ് ഇൻ ടെതർ എന്ന് പറയുന്ന കോയിനിലാണ് അതിന്റെ സ്റ്റെബിലിറ്റി ഇരിക്കുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ വോളറ്റിലിറ്റി ഭയങ്കരമായിരിക്കും. ചിലപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള ലാഭം നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന ആ വാല്യൂ പോയിട്ടുണ്ടാവും. അപ്പൊ അതൊരിക്കലും പാടില്ല. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ 10 രൂപയാണെങ്കിൽ ആ 10 രൂപയായിട്ട് തന്നെ ഇരിക്കണം, അത് നാളെ 8 രൂപയാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ടെതർ എന്ന് പറയുന്ന അല്ലെങ്കിൽ USDT എന്ന് പറയുന്ന ഈ ഒരു കോയിൻ ബേസ്ഡ് കോയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെബിലിറ്റി. രണ്ടാമത്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന മെമ്പേഴ്സ് എല്ലാവരുടെയും ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമ്മൾ 52% ഇതിന്റെ ലിക്വിഡിറ്റി പൂളിലേക്ക് വിടും. ലിക്വിഡിറ്റി പൂൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ ലിക്വിഡിറ്റി പൂളിൽ നിന്നാണ് നമ്മുടെ പ്രോഫിറ്റ്സ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനെ സോളിഡ് ആക്കി വെക്കണം. അപ്പൊ ആ ലിക്വിഡിറ്റി പൂളും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഉള്ളത്. ഇത് വേൾഡ് ഓവർ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്. വി ആർ ലക്കി ദാറ്റ് നമ്മളെല്ലാവരുമാണ് ഇന്നത്തെ ഇതിന്റെ ഒരു ഭാഗം എന്നുള്ളത്. യു ആർ വെരി ലക്കി. ഓക്കെ, ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് വളരെ പൊട്ടൻഷ്യൽ ആയിട്ട് മൂവ് ചെയ്യും. അതിനുള്ളൊരു അതിനുള്ളൊരു ജെനുവിനിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇത് കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്യൂർ ആണ്, വളരെയധികം സെക്യൂർ ആണ്. ഇതിലുള്ള ഓരോ വ്യക്തികളുടെയും ഫണ്ടുകളെല്ലാം വളരെ സെക്യൂർ ആണ്. ഈവൻ ഇതിന്റെ അഡ്മിൻ ആയിട്ടുള്ള ഞങ്ങൾ പോലും വിചാരിച്ചാൽ പോലും ഇതിലൊരു സ്കാം കൊണ്ടുവരാൻ പറ്റില്ല. ആ രീതിയിലാണ് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു 100% അഷ്യൂറൻസ് ആണ് നമ്മൾ ഇതിലുള്ള മെമ്പേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഗവർണൻസ് ആണ്. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കമ്മ്യൂണിറ്റിയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള കമ്മ്യൂണിറ്റി, അതിപ്പോ രാഷ്ട്രീയമായാലും ശരി, മതപരമായാലും ശരി, അല്ലാതെയുള്ള ബാക്കിയുള്ള എന്റർടൈൻമെന്റ് ആയാലും എല്ലാത്തിനും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിപ്പോ ഫോറക്സ് ട്രേഡിംഗ് ആയാലും ശരി, ട്രേഡിങ്ങിലും കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. ക്രിപ്റ്റോ കറൻസിയിൽ ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട്.
അപ്പൊ ഈ കമ്മ്യൂണിറ്റി അപ്പൊ ഇവിടെ ടെതർ ഓഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് വരുന്ന മെമ്പേഴ്സ് ആണ് ടെതർ ഓഷന്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ടെതർ ഓഷന്റെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന്റെ പ്രയത്നം, അവർ ഈ ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന പ്രയത്നം, ആ പ്രയത്നത്തിന് അവർക്ക് ഹൈലി റിവാർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ആവും തോറുമാണ് ഇതിലുള്ള മെമ്പേഴ്സിന്റെ പ്രോഫിറ്റ്. നമുക്കറിയാം ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ആ ഒരു കോയിൻ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ, ക്രിപ്റ്റോ കറൻസിയുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് വോള്യൂം ക്രിയേറ്റ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. ബിറ്റ് കോയിന്റെ പ്രൈസ് എങ്ങനെയാണ് കയറുന്നത്? ബിറ്റ് കോയിന്റെ പ്രൈസ് കയറുന്നത് അല്ലെങ്കിൽ ബിറ്റ് കോയിൻ താഴേക്ക് പോകുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ തീരുമാനം. ഒരു കമ്മ്യൂണിറ്റി ഒരു കമ്മ്യൂണിറ്റിയിൽ ട്രേഡിംഗ് നടക്കുന്നു, അവിടെ ബൈ നടക്കുന്നു, സെല്ല് നടക്കുന്നു. അതിന്റെ ഒരു ഫലമായിട്ടാണ് ഫൈനലി ഈ പറയുന്ന ഇതിന്റെ കോയിന്റെ പ്രൈസ് കൊടുക്കുന്നത്. കാരണം അവിടെ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി അനുസരിച്ച്, അതിന്റെ ട്രേഡിങ്ങിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇതിന്റെ കോയിന്റെ വില, ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഞാൻ തുടങ്ങുന്ന സമയത്ത് 12,000 രൂപ വിലയ്ക്ക് ഞാൻ ഒരു ബിറ്റ് കോയിൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ബിറ്റ് കോയിൻ മേടിക്കണമെങ്കിൽ 60 ലക്ഷം രൂപയുടെ മുകളിലേക്ക്. ഇതെല്ലാം ഇസ് ജസ്റ്റ് ബിക്കോസ് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ ബിലീവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമുണ്ട്. കാരണം എല്ലാം നമുക്ക് നോക്കാം, നമുക്ക് പരിശോധിക്കാം ഇത് എന്താണ്, എവിടെയാണ് ഇതിന്റെ സേഫ്റ്റി, എന്തൊക്കെയാണ് എന്റെ റിവാർഡ്സ്, എന്തൊക്കെയാണ് എന്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ്. ഇതിലെല്ലാം സാറ്റിസ്ഫൈഡ് ആയാൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. നമ്മൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാൽ ഈ കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, കാരണം ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു കമ്മ്യൂണിറ്റിയിലും, അല്ലെങ്കിൽ നോർമലി ഇപ്പൊ ക്രിപ്റ്റോ കറൻസിയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബിറ്റ് കോയിന്റെ കമ്മ്യൂണിറ്റിയില് ബിറ്റ് കോയിൻ ആരൊക്കെയോ ട്രേഡ് ചെയ്യുന്നു, ബൈയും സെല്ലും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബിറ്റ് കോയിന്റെ പ്രൈസും കൂടുന്നു. ഞാനിപ്പോ ഗോൾഡ് ആണെങ്കിലും ഞാൻ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നു, ഞാൻ പ്രത്യേകിച്ച് ഒരു ട്രേഡിംഗ് ചെയ്തില്ലെങ്കിലും ഗോൾഡിന്റെ കമ്മ്യൂണിറ്റിയിൽ ബൈങ്ങും സെല്ലിങ്ങും ഇതൊക്കെ നടക്കുന്ന, അതിന്റെ ട്രേഡിംഗ് നടക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഗോൾഡിന്റെ വിലയും കയറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രോജക്റ്റിലും ടെതർ ഓഷൻ പ്രോജക്റ്റിലും ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വെർച്വൽ ആയിട്ടുള്ള ഒരു അസറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കോയിൻസിന്റെ ഇതില് ആണ് നമുക്ക് കിട്ടുന്നത്, വെർച്വൽ കോയിൻസ് കിട്ടുന്നുണ്ട്. ആ വെർച്വൽ കോയിൻസിന്റെ റേറ്റ് അല്ലെങ്കിൽ വാല്യൂ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്താലും ഇതിന്റെ വാല്യൂ കൂടും. അങ്ങനെയാണ് ഒരു സിസ്റ്റം. എൻറ്റയർ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് മുഴുവൻ കോയിൻസ് ഹോൾഡ് ചെയ്യുന്ന ആര് ഈ സിസ്റ്റത്തിലുണ്ടെങ്കിലും അവരുടെ കോയിൻസിന്റെ വാല്യൂ കയറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉള്ളത്. ഇതുപോലത്തെ ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ, നമുക്ക് ജനങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഓൾമോസ്റ്റ് 2 months കവർ ചെയ്തു, ഓൾമോസ്റ്റ് 70 days ആയിട്ടുണ്ട്. 70 days കൊണ്ട് നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അറൌണ്ട് $78,000 ആണ്. $78,000 ബിസിനസ് ടോട്ടൽ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതില് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിനിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും $33,000 അടുത്ത് അവിടെ ലിക്വിഡിറ്റി വാല്യൂ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലും കൂടുതലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇതിലുള്ള മെമ്പേഴ്സ് ആയിട്ട് പേ ഔട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നല്ല രീതിയിലുള്ള പേ ഔട്ട് ഓൾമോസ്റ്റ് അറൌണ്ട് $40,000 അടുത്ത് പേ ഔട്ട് ആയിട്ട് ഇതിലുള്ള മെമ്പേഴ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് റിസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കോയിൻസിന്റെ ലിക്വിഡിറ്റി വാല്യൂ ആയിട്ട് അവിടെ $33,000 അവിടെ ഓൾറെഡി നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആണ്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിന്റെ പൊട്ടൻഷ്യൽ. ഒരു കമ്മ്യൂണിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് നടക്കും. ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ ആ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരും ബെനിഫിറ്റ് ചെയ്യും. ഒരു വ്യക്തിയുടെ ആക്ഷൻ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. നോർമലി ഇതുപോലത്തെ ഒരു പ്രോജക്റ്റുകൾ നമുക്ക് ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഓക്കെ, നൗ അഡ്വാൻറ്റേജ് ഓഫ് ടെതർ ഓഷൻ കോയിൻ. ഇവിടെ പ്രൈസ് അപ്രീസിയേഷൻ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാർക്കറ്റിൽ നിന്ന് മറ്റുള്ള പ്രോജക്റ്റിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും വലിയ ഫീച്ചർ എന്ന് വെച്ചാൽ പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ ആൻഡ് സെൽ ട്രാൻസാക്ഷൻ. അത് നോർമലി കേൾക്കാത്ത ഒരു കാര്യമാണ്. ബൈ ചെയ്താൽ മാർക്കറ്റ് കോയിന്റെ പ്രൈസ് കൂടും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എന്തൊരു ട്രേഡിങ്ങിലും ബൈ പ്രഷർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും, സെൽ പ്രഷർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വരും. പക്ഷെ ഇവിടെ നമ്മൾ ബൈ ആണെങ്കിലും സെൽ ആണെങ്കിലും മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ. അതൊരു കാൽക്കുലേഷൻ ആണ്. ആ ലിക്വിഡിറ്റിയും ഇതിനകത്തുള്ള സപ്ലൈയുടെയും ഒരു കാൽക്കുലേഷൻ മാത്രമാണത്. അതുകൊണ്ട് മാത്രം ആ ഒരു കാൽക്കുലേഷനിലാണ്
എന്ത് നടന്നാലും ശരി, അതൊരു ബൈ ആണെങ്കിലും ശരി, കോയിൻ സെല്ലിംഗ് ആണെങ്കിലും ശരി, ആരെങ്കിലും ചിലപ്പോൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടോ, ആരെങ്കിലും ചിലപ്പോൾ അവരവരുടെ കോയിൻസ് വിൽക്കുന്നുണ്ടോ, എങ്ങനെയാണെങ്കിലും വാങ്ങിയാലും വിറ്റാലും ഇവിടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതിൽ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന അസറ്റിന്റെ വാല്യൂ കൂട്ടിക്കൊണ്ടേയിരിക്കും. നോ റഗ് പുൾസ്, ദാറ്റ് ഇസ് ഭീമമായിട്ടുള്ള ഒരു തുക കൂടുന്ന ഇതിനകത്ത് കൂടുന്ന ഡംപ് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് എൻറ്റയർ ഫണ്ട് അടിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ സ്കാമിങ് പരിപാടികൾ അല്ലെങ്കിൽ അഡ്മിൻ എന്തെങ്കിലും ഇത് കാണിച്ച് ഇതിലുള്ള ഫണ്ട് എടുത്തു പോകാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെയാണ് റഗ് പുൾസ് എന്ന് പറയാം. ഇങ്ങനത്തെ ഒരു കാര്യം അതിനകത്ത് നടക്കില്ല. പിന്നെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള പല പല ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകൾ, മാർക്കറ്റിൽ വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിലെല്ലാം ഓൾറെഡി പ്രീ മൈൻഡ് ആയിട്ട് അവിടെ കോയിൻസ് ഉണ്ടാവും. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കോയിൻസ് ഓൾറെഡി ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ബട്ട് നമ്മുടെ സിസ്റ്റത്തിൽ, ടെതറോഷൻ സിസ്റ്റത്തിൽ, ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു വ്യക്തി ഇതിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് എന്ന് പറയാം, ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കോയിൻസ് പ്രൊഡ്യൂസ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ആ കോയിൻസ് വിൽക്കുമ്പോൾ അത് ബേൺ ആയി പോവുകയും ചെയ്യും, അല്ലെങ്കിൽ അത് സിസ്റ്റത്തിൽ നിന്ന്, സപ്ലൈയിൽ നിന്ന് ഡിലീറ്റ് ആവുകയും ചെയ്യും. അതാണ് നമ്മുടെ ടോട്ടൽ സപ്ലൈനെ കൺട്രോൾ ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ്, കോയിൻസ് ആർ ബേൺഡ് വെൻ സോൾഡ് വിച്ച് കൺട്രോൾസ് ദി ടോട്ടൽ സപ്ലൈ. അപ്പൊ വാങ്ങുമ്പോൾ കോയിൻസിന്റെ എണ്ണം കൂടും, വിൽക്കുമ്പോൾ കോയിൻസിന്റെ എണ്ണം കുറയും. ബട്ട് രണ്ടായാലും ശരി റേറ്റ് കൂടും. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, പിന്നെ നോർമലി നമുക്ക് സംസാരിക്കാവുന്ന പോലെ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്, പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ റിയൽ ടൈം ആയിട്ടുള്ള ബൈയും സെല്ലും ആണ്. നമുക്ക് കോയിൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങാം, ഇൻസ്റ്റന്റ് ആയിട്ട് സെല് ചെയ്യാം. ഇതിനൊന്നും ടൈം ഡിലേസ് ഒന്നും ഇല്ല. 1 മിനിറ്റിന് താഴെ സമയമാണ് മൊത്തം ഇതിനെടുക്കുള്ളൂ. അതുപോലെ തന്നെ റിയൽ ടൈം ആയിട്ടുള്ള അഫിലിയേറ്റ് പേ ഔട്ട്സ്. ഇതിൽ ഈ കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യാനായിട്ട് വരുന്നവർക്ക് ഒരു വളരെ പൊട്ടൻഷ്യൽ ആയിട്ട് 43% ഒരു പേ ഔട്ട് പ്ലാൻ ഉണ്ട്. നോർമലി നമുക്ക് 43% ഒന്നും ഒരു പ്ലാനിലും പേ ഔട്ട് വരാറില്ല, കമ്മീഷൻ പേ ഔട്ട്സ് വരാറില്ല. വർക്കിംഗ് മെമ്പേഴ്സിന് 25 to 35% ഉള്ളിൽ മാത്രമാണ് അത് നിൽക്കുള്ളൂ. ബട്ട് ഹിയർ നമ്മൾ 43%ഓളം റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ നമുക്ക് ആരുടെയും വിഡ്രോളിന്റെ പെർമിഷൻ എടുക്കാൻ ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ വിഡ്രോ ചെയ്താൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് വന്നിരിക്കും. അതിനാണ് റിയൽ ടൈം എന്ന് പറയുന്നത്. റിയൽ ടൈം ആയിട്ട് ഞാൻ ബൈ ചെയ്യാം, റിയൽ ടൈം ആയിട്ട് എനിക്ക് സെല് ചെയ്യാം, രണ്ടും നടക്കും. എന്റെ കമ്മീഷൻസിന്റെ വിഡ്രോൾസ് എല്ലാം റിയൽ ടൈം ആണ്. ആൻഡ് ദാറ്റ് ടു നമ്മൾ അവിടെ ഒരു ഫീസും അതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നില്ല. $10 ആണ് എനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ $10 ഫുൾ ആയിട്ട് തന്നെ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈ ആൻഡ് സെല്ലില് പ്രൈസ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അതിന്റെ ഒരു ചാർട്ടാണ്. ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും കോയിൻസിന്റെ വാല്യൂ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ 4ാമത്തെ കോളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബൈ റേറ്റ് എന്ന് പറയുന്ന ഈ 4ാമത്തെ കോളത്തില് ഇതെല്ലാവർക്കും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ബൈ റേറ്റ് എന്ന് പറയുന്നത് $1 നിന്നാണ്. ഇപ്പൊ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് $1 നിന്ന് തുടങ്ങി പതുക്കെ 1.48, 1.77, 1.99, 2.17, 2.30, 2.50, 3.4, 4.32, 4.48, 4.52, 8.95, $58. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പ്രൈസ് കൂടി പോകുന്നത് നമുക്ക് കാണാനുള്ളൂ. അല്ലാണ്ട് ഇവിടെ കുറഞ്ഞിട്ടില്ല. ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കോയിൻ വാങ്ങിച്ചാൽ അതൊരു ട്രാൻസാക്ഷൻ ആണ്, ഒരു വ്യക്തി കോയിൻ സെല് ചെയ്താൽ അതൊരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ വാങ്ങുന്നു വിൽക്കുന്നു ഈ ട്രാൻസാക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ താഴേക്ക് പോകുന്തോറും നമുക്ക് ഇതിന്റെ കോയിന്റെ വില കൂടിയാണ് വരുന്നത്. അവിടെ സെല്ലിങ്ങിന്റെ പ്രഷർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോയിന്റെ വില പെട്ടെന്ന് അങ്ങോട്ട് കയറും. ഇപ്പൊ 15ാമത്തെ ട്രാൻസാക്ഷനിലെ നമ്മുടെ സെൽ ഓർഡർ ആണത്. ആ സെൽ ഓർഡർ 14ഉം 15ഉം സെല്ലാണ്. അതിന് മുന്നത്തെ 13ാമത്തെ ട്രാൻസാക്ഷനിൽ 110 കോയിനാണ് അവിടെ ഫൈനൽ ബാലൻസ് ഉണ്ടായിരുന്നത്. ആ ഫൈനൽ ബാലൻസ് 14ാമത്തെയും 15ാമത്തെയും ട്രാൻസാക്ഷനിൽ അത് വിറ്റ് കഴിഞ്ഞപ്പോൾ 16ാമത്തെ ട്രാൻസാക്ഷനിൽ ബൈ റേറ്റ് $58 നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന റേറ്റുകൾ ഇങ്ങനെ കൂടി പോകുള്ളൂ. കാരണം നമുക്ക് അവിടെ വീണ്ടും നമുക്ക് ഇതിന്റെ കോയിൻസിന്റെ സപ്ലൈ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഫൈനൽ കോയിൻസ് എന്ന് പറയുന്നത് കാണാം. $35 ആണ് തുടങ്ങുമ്പോൾ. അതിന്റെ ഒപ്പം 2ാമത്തെ ട്രാൻസാക്ഷനിൽ $23 കൂടി, 23 കോയിനും കൂടി അതിന്റെ കൂടി 58ആയി. പിന്നെ ഒരു 19 കൂടി 78ആയി. പിന്നെ ഒരു 17 കൂടി 95ആയി. 95 ആയ സമയത്ത് അവിടെ ഒരു സെല്ലിംഗ് ആണ് നടന്നത്. ഒരു 25 കോയിന്റെ സെല്ലിംഗ് ആണ് നടന്നത്. ഇവിടെ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാം 25 കോയിന്റെ സെല്ലിംഗ് നടന്നപ്പോൾ അവിടെ സപ്ലൈയില് കുറഞ്ഞു, 70ലേക്ക് കുറഞ്ഞു.
പിന്നെ വീണ്ടും ഒരു 15 കോയിൻ അടുത്ത ഇതിൽ പർച്ചേസ് നടന്നു. 139 കോയിൻ പർച്ചേസ് നടന്നു. അങ്ങനെ ടോട്ടൽ 225 എത്തി. വീണ്ടും അവിടെ 2 സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഈ 0 കാണിക്കുമ്പോൾ അവിടെ സെല്ലിംഗ് ആണെന്നാണ് അതിന്റെ അർത്ഥം. 125 സെല്ലിംഗ് ആണ്. എന്തൊക്കെ നടന്നാലും ശരി, ഇവിടെ പ്രൈസ് കൂടി വരികയാണ്. അതുപോലെ ലിക്വിഡിറ്റിയിൽ നിന്ന് അത് കുറയുന്നുണ്ട്. ലിക്വിഡിറ്റി ഇതില് ഡെപ്പോസിറ്റ് വരുമ്പോൾ അവിടെ ലിക്വിഡിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇത് നമ്മൾ കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ടെതർ ഓഷനിലേക്ക് ഒരു വ്യക്തി വരാനായിട്ട് ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് $20 ആണ്. കാരണം മാർക്കറ്റിൽ 2000 രൂപ, അപ്രോക്സിമേറ്റ്ലി 2000 റുപ്പീസ് ആണ് വരുന്നത്. 2000 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നുമല്ല. അപ്പൊ അത്രയും ചെറിയൊരു എമൗണ്ടിന് വന്ന് വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ മാർക്കറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ നേരത്തെ ഞാൻ കാണിച്ച ചാർട്ട് പ്രകാരം ഇതിൽ വരുന്ന ഓരോ വ്യക്തിക്കും അവർ വാങ്ങിച്ചിട്ടുള്ള കോയിന്റെ വാല്യൂ കയറുള്ള ഒരു സേഫ് ആണ്. എന്ന് വേണമെങ്കിലും അവർക്ക് ജോയിൻ ചെയ്യാം, എന്ന് വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആര് ജോയിൻ ചെയ്താലും ശരി, മിനിമം ഒരു ട്രാൻസാക്ഷൻ, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ, നമ്മുടെ ഇവിടെ കുറച്ച് ലിമിറ്റുകൾ വെച്ചിട്ടുണ്ട്, ട്രാൻസാക്ഷണൽ ലിമിറ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ട്രാൻസാക്ഷൻ ലിമിറ്റിൽ $20 മുതൽ മാക്സിമം $1000 വരെയാണ് ഒരു വ്യക്തിക്ക് ഒരു സിംഗിൾ ഷോട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി അതിലും കൂടുതൽ 1000-ന് മേളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അടുത്തൊരു ട്രാൻസാക്ഷനിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ട്രാൻസാക്ഷന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് $1000. ഇനി എന്ത് കിട്ടും? അവർക്ക് 35% വാല്യൂ ഉള്ള കോയിൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, 35% വാല്യൂ ഉള്ള കോയിൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടി. നമുക്ക് ഇൻഷുറൻസിലൊക്കെ പോലെ നമുക്കൊരു അലോക്കേഷൻ ഉണ്ടാവും. ആ അലോക്കേഷൻ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെക്കാളും ചിലപ്പോൾ ഒരു 20% 30% ഒക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അവിടെ നിന്നാണ് അതിന്റെ ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി യൂണിറ്റ്സ് ആയിട്ട് പർച്ചേസ് ചെയ്ത് വെക്കും, അത് ഗ്രാജുവലി ഗ്രോ ചെയ്യും. മാർക്കറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഗ്രോത്ത് വരുന്നത്. എവറി ട്രാൻസാക്ഷൻ ഫ്രം ദ കമ്മ്യൂണിറ്റി ദ പ്രൈസ് ഓഫ് ദ കോയിൻ വിൽ അപ്രീഷിയേറ്റ്. എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും അതൊരു ബൈ ആയാലും ശരി, ഒരു സെൽ ആയാലും ശരി, പ്രൈസ് പതുക്കെ കൂടി വരാൻ തുടങ്ങും. നമ്മളിപ്പോ ഇത്ര നാളായിട്ട് നോക്കിയിട്ട് നമ്മളിപ്പോ 10-70 ദിവസമായി. ഈ 10-70 ദിവസം കൊണ്ട് നമുക്ക് ആവറേജ് ഒരു 5% മുകളിലേക്ക് നമുക്ക് മന്ത്ലി വരുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് ആവറേജ് ഒരു കണക്ക് കിട്ടിയത്. ഓക്കെ, അത് തന്നെ വളരെ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഇതിന്റെ സ്പീഡ് കൂടുന്നേ ഉള്ളൂ. ഇതിന്റെ സ്പീഡ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ചിലപ്പോൾ 10, 20, 25% ഒക്കെ വരും. അത് അതിന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ $20 to $1000 ആണ് ഇതിന്റെ ഒരു ഡെപ്പോസിറ്റിന്റെ. ഇതിനകത്ത് എന്ത് വാല്യൂ വേണമെങ്കിലും ആവാം. നമുക്ക് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള പാക്കേജസ് ഒന്നുമില്ല. $21 ആവാം, $25 ആവാം, $55 ആവാം, $432 ആവാം, അല്ലെങ്കിൽ $595 ആവാം, $999 ആവാം. അപ്പൊ ഇതിനുള്ളിൽ ഈ ഒരു പറയുന്ന ലിമിറ്റ്സിന്റെ ഉള്ളിൽ $20 to $1000 ഉള്ളിൽ എന്ത് എമൗണ്ട് വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ. കൂടുതൽ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോന്നിനും ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിട്ടുള്ള കോയിൻസിന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ എന്താണ്? ഞാനിപ്പോ $100, ഫോർ എക്സാമ്പിൾ ഞാൻ $100 ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്നത് $35 കോയിൻ ആണെങ്കിലും ഗ്രാജുവലി അത് കയറി 100-ന് മുകളിൽ പോയി 200-ന് മുകളിലേക്കും പോയി കഴിഞ്ഞാൽ എനിക്കൊരു ലിമിറ്റ് ഇതിൽ പറഞ്ഞിട്ട് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. എന്റെ ഒരു ഡെപ്പോസിറ്റിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2x ആണ്. സെല്ലിംഗ് ലിമിറ്റ്, കോയിൻ സെല് ചെയ്യുന്ന ലിമിറ്റ്. കോയിന്റെ വാല്യൂ കൂടി വരുന്നു. അത് നമുക്ക് സെല് ചെയ്യേണ്ട ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാക്സിമം സെല് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ 2x ആയിരിക്കും. അപ്പൊ $200 എനിക്ക് വിൽക്കാം. ചിലപ്പോൾ $500 എത്തിയിട്ടുണ്ടാവും, പക്ഷെ $200 എനിക്ക് എടുക്കാം. ഇനി എടുക്കണമെങ്കിലോ, ബാക്കി $300 കോയിൻ ഞാൻ സെല് ചെയ്യണമെങ്കിൽ വീണ്ടും ഞാൻ $100 ഇതിലേക്ക് വീണ്ടും എന്റെ ലിമിറ്റ്, നമുക്ക് ലിമിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പൊ റീപർച്ചേസ് ചെയ്യണം. നമ്മൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ 2 ഇരട്ടി നമുക്ക് വിൽക്കാനുള്ള ലിമിറ്റ് നമുക്ക് വരും. നമുക്കൊരു വെഹിക്കിളിൽ നമുക്ക് പെട്രോൾ അടിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഫ്യൂവൽ അടിക്കുന്ന പോലെയാണ്. ഇത്ര കിലോമീറ്റർ ഓടാനായിട്ട് ഞാൻ ഓരോ തവണ ഇത്ര അടിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. കഴിയാറാവുമ്പോൾ വീണ്ടും ഞാൻ അടിച്ചുകൊണ്ടിരിക്കണം, എന്നാലാണ് വണ്ടി മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിവിടെ ലിമിറ്റ് സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു ലിമിറ്റ് ഉള്ളത് ഇതിന്റെ മാർക്കറ്റിംഗിൽ നിന്ന് വരുന്ന കമ്മീഷൻസ്, അഫിലിയേറ്റ് കമ്മീഷൻ. ആ അഫിലിയേറ്റ് കമ്മീഷൻസും നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ 3 ടൈംസ് ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. ബാലൻസ് എമൗണ്ട് അവിടെ ഹോൾഡിംഗിൽ ഉണ്ടാവും. എന്ന് നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ ശരിക്കും ഇവിടെ ഈ
മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കോയിൻ അവിടെ വാങ്ങിച്ചാൽ മതി. രണ്ട് സിസ്റ്റത്തിലും, കോയിൻ സെല്ലിംഗ് സിസ്റ്റത്തിലും മാർക്കറ്റിംഗ് സിസ്റ്റത്തിലും രണ്ടിലും ഒരേ സമയം ലിമിറ്റ്സ് അപ്ഗ്രേഡ് ആവും. ഓക്കെ, ഒറ്റ പർച്ചേസിൽ തന്നെ രണ്ട് ലിമിറ്റുകളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് 2x ആണെങ്കിൽ ഒരു സ്ഥലത്ത് 3x ആണ്. അപ്പൊ ടോട്ടൽ 5x ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ എന്തൊക്കെ ഇൻകം ആണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് 5 തരത്തിലാണ് നമ്മൾ ഇതിന്റെ ഒരു ഇൻകം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ്, നമ്മൾ ഏതൊരു ഡെപ്പോസിറ്റ് നടന്നാലും ആ ഡെപ്പോസിറ്റിന് എഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 35% കോയിൻ കിട്ടുന്നു. ആ കോയിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് പോയിന്റിൽ വെച്ചിട്ടാണെങ്കിലും, ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും, ദാറ്റ് ഇസ് 35 എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 100 എത്തുന്ന വരുന്നത് നിങ്ങൾ നഷ്ടത്തിലായിരിക്കുള്ളൂ. അപ്പൊ 100ന്റെ മുകളിലേക്ക് പോലാണ് നിങ്ങൾ ലാഭം എന്ന് പറയുന്നത്. അപ്പൊ ഏത് പോയിന്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. 100% കോയിൻ എന്ന് വേണമെങ്കിലും സെല് ചെയ്യാം. ഇപ്പൊ വാങ്ങിച്ചു അടുത്ത ട്രാൻസാക്ഷനിലും വിൽക്കാം. ഇവിടെ ഹോൾഡ് ചെയ്യലോ ലോക്ക് ആവലോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും ഇതിനകത്തില്ല. ട്രഡീഷണലി ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സിസ്റ്റം പോലെയല്ല നമ്മൾ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് തന്നെയുള്ള ഒരു അഡീഷണൽ ഒരു ബെനിഫിറ്റ് ആണ്. പക്ഷെ അവിടെ ഇൻവെസ്റ്ററിന് ഒരു സ്പെഷ്യൽ ഇതുണ്ട്. $100, $500, $1000 മാത്രം ചെയ്യുന്ന വ്യക്തികളെ മാത്രമാണ് ഈ ഒരു പ്ലാനിലേക്ക് എടുക്കുകയുള്ളൂ. അതും ഒരു തവണയാണ് നമ്മൾ എടുക്കുകയുള്ളൂ. ഫർദർ ഇവര് 100ഉം 500ഉം 1000 ഒക്കെ അതേ ഐഡിയുടെ ഉള്ളിൽ തന്നെ വീണ്ടും വീണ്ടും റീപർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഏർണിങ്സിലേക്ക് വരില്ല. ഇതൊരു വൺ ടൈം ബെനിഫിറ്റ് ആയിട്ടാണ്. അതും $100, $500, $1000 കൃത്യമായിട്ട് ആ ഒരു എമൗണ്ട്, എക്സാക്ട് എമൗണ്ട് ആയിരിക്കണം. അത് ചെയ്താൽ മാത്രമേ അതിനകത്തേക്ക് കയറുള്ളൂ. അതും ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ മാത്രം. ഓക്കെ, ഞാനിപ്പോ 100 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ 100 അല്ല എന്റെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചോദിക്കും. 100, 500, 1000 ഫസ്റ്റ് ടൈം വ്യത്യസ്തമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ 100, 500, 1000 അല്ലെങ്കിൽ 1000 ആദ്യം ചെയ്തു, പിന്നെ 500 ചെയ്തു, പിന്നെ 100 ചെയ്തു, എങ്ങനെയായാലും മതി. പക്ഷെ 3 ട്രാൻസാക്ഷൻ ആയിരിക്കണം. അപ്പൊ ഈ 3 എമൗണ്ടും ഈ പറയുന്ന ഒരു പൂളിലേക്ക് കയറും. ആ പൂളില് നിങ്ങൾ ആ പൂളിന്റെ ഒരു എലിജിബിലിറ്റി കിട്ടും. 4% ഡെയിലി നടക്കുന്ന ടേൺ ഓവർ എന്താണോ, ഇന്ന് നല്ലൊരു എമൗണ്ട് ടേൺ ഓവർ നടന്നു, ദാറ്റ് ഈസ് ഇതിന്റെ കാൽക്കുലേഷൻ നടക്കുന്നത് സിസ്റ്റം റണ്ണിങ്ങിലാണ്. അപ്പൊ ക്ലോസിംഗ് ഒന്നുമില്ല. നമുക്ക് ഈ റണ്ണിങ്ങിൽ തന്നെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ ടൈം ഉച്ചയ്ക്ക് 1:30 മണിക്ക് നമുക്കൊരു കാൽക്കുലേഷൻ വർക്കൗട്ട് ആവും. സിസ്റ്റം ഒരു ഓട്ടോമാറ്റിക് ഒരു കാൽക്കുലേഷൻ നടക്കും. കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്ത് ടേൺ ഓവർ ആണ് നടന്നത്, ആ ടേൺ ഓവറിൽ നിന്ന് 4% എടുത്ത് 100 ചെയ്തവരും 500 ചെയ്തവരും 1000 ചെയ്തവർക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ 100ൽ ഒരു പോയിന്റിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത് 100 ചെയ്തവർക്ക്. 500 ചെയ്തവർക്ക് 5 പോയിന്റിന് ഇക്വലന്റ് ആയിരിക്കും. 1000 ചെയ്തവർക്ക് 10 പോയിന്റിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനിയിപ്പോ 100ഉം 500ഉം 1000 ഇത് മൂന്നും ഒരു വ്യക്തി തന്നെ അയാൾക്ക് 16 പോയിന്റിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏർണിങ്സ് ആയിരിക്കും ആ ഡെയിലി ടേൺ ഓവർ ഷെയറിന് കിട്ടുന്നത്. ഇനി ആ ഒരു എമൗണ്ട് യു ഗെറ്റ് ഡെയിലി ഷെയർ ഫ്രം ദി ടോട്ടൽ ബിസിനസ് ടേൺ ഓവർ ടിൽ യു റീച്ച് 1x പെയ്ഡ് ഡെയിലി. എന്ന് പറഞ്ഞാൽ ഞാൻ 100 ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു അഡീഷണൽ ഇൻകം ആണ്. എന്റെ കോയിൻസ് അവിടെ ഇരിക്കുന്നുണ്ട്, കോയിൻസിന്റെ വില ഡെയിലി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം എനിക്ക് ഇവിടെ 100 ചെയ്തത് കാരണം അവിടെ 100 ഞാൻ ചെയ്തത്, ആ ചെയ്ത 100നെ ഞാൻ കോയിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് 100 ഇൻവെസ്റ്റ് ചെയ്തത്. ആ 100നെ എനിക്കൊരു 100 ആയിട്ട് എനിക്ക് USDT കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കോയിൻസ് അല്ല കിട്ടുന്നത്, ഇവിടെ നമുക്ക് USDT ആണ് കിട്ടുന്നത്. വെർച്വൽ കോയിൻ അല്ല നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് കേസിൽ നമുക്ക് വെർച്വൽ കോയിൻ ആണ് കിട്ടുന്നത്. വെർച്വൽ കോയിന്റെ വാല്യൂ കയറുന്നു. ആ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെല് ചെയ്യാം. രണ്ടാമത്തത് എന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇക്വലന്റ് ആയിട്ട് USDT-യിലാണ് ഇവിടെ പേ ഔട്ട് തരുന്നത്. അത് ഇൻസ്റ്റന്റ് വിഡ്രോവൽ ആണ്. നമുക്ക് വിഡ്രോവലിന് ഒരു ലിമിറ്റ് ഇല്ല. $1 ആണെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഗ്യാസ് ഫീസ് എക്സ്ട്രാ BNB-യിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 ഇൻകം ആണ് ഏതൊരു ഇൻവെസ്റ്റർ കാറ്റഗറിക്ക് ഉള്ളത്. പിന്നെയുള്ള ഇൻകം എന്ന് പറയുന്നത് ആക്റ്റീവ് ഇൻകമുകളാണ്. ദാറ്റ് ഇസ് വർക്ക് ചെയ്ത് കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഏർണിങ്സ് ആണ്. അതില് നമുക്ക് വരുന്നത് ഫസ്റ്റ് ജോയിൻ ചെയ്ത് ഏതൊരു വ്യക്തിയും ഇതിന് അഫിലിയേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അഫിലിയേറ്റിന് നമുക്ക് കൊടുക്കുന്നത് 2 ലെവൽ ഇൻകം ആണ്. ഫസ്റ്റ് ലെവൽ 1 എന്ന് പറയുന്നത് ആ വ്യക്തി ഡയറക്റ്റ് ആയിട്ട് അയാളുടെ ഒരു റെഫറൽ ലിങ്ക് ഉണ്ടാവും. ആ റെഫറൽ ലിങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലാണ്. അപ്പൊ ആ വ്യക്തികൾ എല്ലാവരും ചെയ്യുന്ന ഡെപ്പോസിറ്റ് എന്താണോ ആ ഡെപ്പോസിറ്റിന്റെ 10%, $100 ആണെങ്കിൽ $10 ഇൻസ്റ്റന്റ് ആയിട്ട് ആ സ്പോൺസർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ എന്റെ സെക്കൻഡ് ഡയറക്റ്റ് ആയിരിക്കും, സെക്കൻഡ് ലെവലിലായിരിക്കും, ലെവൽ 2. അപ്പൊ ലെവൽ 2-ൽ എന്ത് ഡെപ്പോസിറ്റും ഇത് നടന്നു കഴിഞ്ഞാൽ, റീപർച്ചേസോ പർച്ചേസോ നടന്നു കഴിഞ്ഞാൽ കോയിൻ സെല്ലിങ്ങിനൊന്നും കിട്ടില്ല. പർച്ചേസോ റീപർച്ചേസോ നടക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് 10% ഫസ്റ്റ് ലെവലിൽ നിന്നും
5%, സെക്കൻഡ് ലെവലിൽ നിന്നും അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അത് പോരാതെ താഴേക്ക് ലെവൽ 3 മുതൽ അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലെവൽ ഇൻകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഏൺ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് നമുക്ക് ബിസിനസ് പോകുന്നുണ്ട്. നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവലിൽ ആയിരിക്കില്ല, തേർഡും ഫോർത്തും 1000 ലെവലും പോകുന്നുണ്ടാവും. അപ്പൊ ആ തേർഡ് ലെവൽ മുതൽ 1000 ലെവൽ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് റാങ്ക്സ് അച്ചീവ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ റാങ്ക്സ് നമുക്ക് 4 റാങ്കാണ് ഉള്ളത്. ഒന്ന് സിൽവർ റാങ്ക് ആണ്, ഒന്ന് ഗോൾഡ് റാങ്ക് ആണ്, ഒന്ന് എമറാൾഡ് റാങ്ക് ആണ്, ഒന്ന് ഡയമണ്ട് റാങ്ക് ആണ്. ഇങ്ങനെ 4 റാങ്കുള്ളൂ. നമുക്ക് ഒരുപാട് റാങ്കിന്റെ ക്രൈറ്റീരിയ ഒന്നും ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയയിൽ ഈ പറയുന്ന റാങ്ക്സ് നമുക്ക് അച്ചീവ് ചെയ്ത് നമുക്ക് അൺലിമിറ്റഡ് ലെവൽസിൽ ഇൻകം ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഓഷ്യന്റെ ഡെപ്ത് ആണ്. ഇതൊന്നോ എത്ര ഡെപ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ അതുപോലെയാണ് നമുക്ക് അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് നമുക്ക് ഏർണിംഗ്സിൽ സിൽവർ റാങ്ക് ആണ് ഫസ്റ്റ്. സിൽവർ റാങ്ക് അച്ചീവ് ചെയ്യാനാണെങ്കിൽ ഒരു വ്യക്തി പേഴ്സണലി $100 ചെയ്തിട്ടുണ്ടാവണം. ഞാൻ സ്വന്തമായിട്ട് $100 ചെയ്തിട്ടുണ്ടാവണം. ഞാൻ 5 പേരെ കൊടുത്തിട്ടുണ്ടാവണം ഡയറക്റ്റ് ആയിട്ട്. ഈ 5 പേരും കൂടിയിട്ട് മിനിമം $500 ചെയ്തിട്ടുണ്ടാവണം. 5 പേര് കൂടിയിട്ടുള്ള ഡെപ്പോസിറ്റ് മിനിമം $500 ആയിരിക്കണം. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ ടോട്ടൽ എന്റെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും അതിന്റെ താഴേക്ക് പോകുന്ന ലെവലും എല്ലാം കൂടി കൂട്ടി ഒരു $5,000 ആയി കഴിഞ്ഞാൽ, അതിപ്പോ ഈ $5,000 വേണമെങ്കിൽ എനിക്ക് എന്റെ ഫസ്റ്റ് ലെവലിൽ തന്നെ ആവാം. ഞാനായിട്ട് ഡയറക്റ്റ് 5 പേരെ കൊടുന്ന് ഈ 5 പേരും 500 പകരം 5000 ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സിൽവർ റാങ്ക് ആയി കഴിഞ്ഞു. സിൽവർ റാങ്ക് ആയി കഴിഞ്ഞാൽ എന്റെ തേർഡ് ലെവൽ മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ എനിക്ക് 10 ഓൾറെഡി ഉണ്ട്, 5ഉം ഓൾറെഡി ഉണ്ട്. 10+5 ആവും. അതുപോലെ 5+5 സെക്കൻഡ് ലെവലിലാവും. തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് 5% വെച്ചിട്ട് നമുക്ക് ഏർണിങ്സ് ഉണ്ടാവും. ഓക്കെ, അവിടെ നമുക്ക് ഒരു തടസ്സം, നമുക്ക് ആ ഏർണിങ്സിന് ഒരു തടസ്സം വരണമെങ്കിൽ അവിടെ ആ ലൈനിൽ ഒരു സിൽവർ വന്നിട്ടുണ്ടാവണം. എന്റെ ഒരു സെയിം റാങ്ക് വരുന്ന സമയത്താണ് ആ റാങ്കിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാവില്ല. പക്ഷെ ആ റാങ്ക് അച്ചീവ് ചെയ്തിട്ടുള്ള വ്യക്തിയിൽ നിന്ന് 5% അപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയുടെ റീപർച്ചേസിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്തത് അപ്പൊ അങ്ങനെ ഒരു സിൽവർ ടു സിൽവർ ആണ്. നമ്മുടെ താഴെ ഒരു സിൽവർ വന്നിട്ട് 4 ഏർണിംഗ് ആ ലെഗിൽ നിന്ന് ഇനി ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത റാങ്കിലേക്ക് പോകണം, ഗോൾഡ് റാങ്കിലേക്ക് പോകണം. ഗോൾഡ് റാങ്കിലേക്ക് പോകാൻ പ്രത്യേകിച്ച് വേറെ ഡയറക്ട് റെഫറൽ ക്രൈറ്റീരിയകളോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വോളിയൂംസ് ഇൻക്രീസ് ചെയ്യാം. $25,000 അക്യൂമുലേറ്റഡ് ആണ്. 5000-ൽ നിന്ന് വീണ്ടും അഡീഷണൽ ഒരു $20,000 കൂടി ടോട്ടൽ ബിസിനസ് നടന്നാൽ മതി. $25,000 ആവും. പ്ലസ് ഒരു സിൽവർ ഓൾറെഡി ഒരു ലെഗിലുണ്ട്, ഇനി ഒരു സിൽവറും കൂടി അടുത്തൊരു ലെഗിലേക്ക് എന്തായാലും വരും. അപ്പൊ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡ് റാങ്കിലേക്ക് പോയി വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയസോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഗോൾഡിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പൊ ഗോൾഡ് റാങ്കിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻഫിനിറ്റ് ലെവലിലേക്ക് നമുക്ക് 10% ഉണ്ട്. എവിടെയെങ്കിലും നമുക്ക് സെയിം റാങ്കോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള റാങ്കോ വന്നിട്ടുണ്ടെങ്കിൽ ആ താഴെയുള്ള റാങ്ക് ആണെങ്കിൽ ആ താഴെയുള്ള റാങ്കിന് ആ പെർസെന്റേജ് കൊടുത്ത് ബാലൻസ് പെർസെന്റേജ് ആയിരിക്കും നമുക്ക് അവരുടെ ടീമിൽ നിന്ന് കിട്ടുക. ഇപ്പൊ ഒരു സിൽവർ ആണ് നമ്മുടെ ഒരു ലെഗിലുണ്ട്. സിൽവറിന്റെ താഴെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുമ്പോൾ സിൽവറിന് 5% കിട്ടുന്നുണ്ടാവും. ആ ബാക്കിയുള്ള 10% ആണ് ടോട്ടൽ ഒരു ഗോൾഡിന് ഏൺ പൊട്ടൻഷ്യൽ ഉള്ളത്. ആ 5% ഗോൾഡിലേക്ക് വന്നു ചേരും. ടോട്ടൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് 20% ആണ്. ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ഡയമണ്ടിലേക്ക് നമുക്ക് 20% ആണ്. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എന്തോ സാർ മ്യൂട്ട്. ഓക്കെ, തേർഡ് റാങ്ക് നമുക്ക് എമറാൾഡ് റാങ്ക് ആണ്. രണ്ട് ഗോൾഡ് ഡിഫറെന്റ് ലെഗുകളിലും $1,00,000 ബിസിനസ് ടോട്ടലും അക്യൂമുലേറ്റഡ് ആണ്. അപ്പൊ 25-ൽ നിന്ന് ഇനി അടുത്തൊരു $75,000 കൂടി അഡീഷണൽ വന്നാൽ മതി. എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്റെ ടീമിൽ ടോട്ടൽ ഉണ്ടാൽ മതി. അതിപ്പോ ഒരു ഗോൾഡിന്റെ താഴെയോ അല്ലെങ്കിൽ ഒരു സിൽവറിന്റെ താഴെയോ എവിടെ വേണമെങ്കിലും വരാം, അല്ലെങ്കിൽ പുതിയൊരു ലെഗിലുള്ള വോളിയുമോ എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, അതിനൊന്നും നമ്മളൊരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് നോർമലി ഉള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡിലും പല റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യമില്ല. ഈ ടോട്ടൽ വോളിയം ഒരു ലെഗിൽ മാത്രം വന്നാലും മതി. ബാക്കിയുള്ള ക്രൈറ്റീരിയ കൂടി നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ $1,00,000 നമുക്ക് ഒരു ലെഗിലുണ്ട്. പ്ലസ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള 2 ലെഗില് നമുക്ക് ഈ പറയുന്ന ഗോൾഡിന്റെ ഇതും നമുക്ക് അഡീഷണൽ വേണം. അപ്പൊ നമ്മുടെ എമറാൾഡ് റാങ്ക് ആവും. എമറാൾഡിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 15% ആണ്. അപ്പൊ താഴെ ഒരു ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡിന് 10% കൊടുക്കണം. വേറൊരു ലെഗിൽ ഒരു സിൽവർ ഉണ്ടെങ്കിൽ സിൽവറിന്
5% കൊടുത്ത് ബാക്കി 10% സിൽവറിന്റെ ലെഗിലുള്ള ബിസിനസ്സിന് നമ്മൾക്ക് ഏർണിങ്സ് ഉണ്ടാവും. ഇതെല്ലാം നല്ലൊരു ഒരു സേവ് ഒരു പെർ ഡേ ഒരു $1,000 to $2,000 ഏർണിംഗ് പൊട്ടൻഷ്യൽ ആണ് ഒരു എമറാൾഡ് റാങ്ക്. നമ്മള് സിൽവർ റാങ്ക് എന്ന് പറയുന്നത് സിൽവർ റാങ്കിന്റെ ഒരു ഡെയിലി ഏർണിംഗ് പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ ബിസിനസ് ഒരു $1,000 ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോലും 50 to 100 അല്ലെങ്കിൽ $200 ഏർണിങ്സ് ഉണ്ടാവും. ഗോൾഡ് റാങ്ക് എത്തുമ്പോഴേക്കും ഒരു $500 ഡെയിലി ഏർണിങ്സിലേക്ക് വരാം. എമറാൾഡ് റാങ്കിലേക്ക് വരുമ്പോഴേക്കും ഒരു $1,000 to $2,000 ആവും. ഡയമണ്ട് റാങ്കിലേക്ക് വരുമ്പോൾ ഒരു $5,000 to $10,000 റേഞ്ചിലായിരിക്കും ഏർണിങ്സ് വരുന്നത് ഒരു ദിവസം. കാരണം അത്രയും നല്ല രീതിയിൽ ടീം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഏർണിങ്സ് വരുന്നത്. അപ്പൊ ഡയമണ്ട് റാങ്കിൽ നമുക്കറിയാം $5 ലക്ഷം ആണ് ടോട്ടൽ ടീം ബിസിനസ് വേണ്ടത്. അപ്പോൾ 1 ലക്ഷം കഴിഞ്ഞ് ബാക്കി 4 ലക്ഷം കൂടി അക്യൂമുലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ ഓക്കെയാണ്. ഇനി 2 ലെഗില് എമറാൾഡും കൂടി നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 20%ലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ താഴെ ഒരു സിൽവർ ലെഗ് ഉണ്ടെങ്കിൽ സിൽവറിന് 5 കൊടുത്തു, ബാക്കി 15 നമുക്ക് കിട്ടി. ഒരു ഗോൾഡ് ലെഗ് ഉണ്ടെങ്കിൽ ഗോൾഡിന് 10 കൊടുത്തു, ബാക്കി 10 നമുക്ക് കിട്ടും. ഒരു എമറാൾഡ് ലെഗ് ആണെങ്കിൽ ആ എമറാൾഡ് ലെഗിൽ എമറാൾഡിന് 15 കൊടുത്തു, ബാക്കിയുള്ള 5 നമുക്ക് കിട്ടി. സെയിം ടു സെയിം റാങ്ക് ആണെങ്കിൽ ആ റാങ്ക് ആരാണോ അച്ചീവ് ചെയ്ത് ആ വ്യക്തിയുടെ റീപർച്ചേസിലാണ് നമുക്ക് ഈ കമ്മീഷൻ കിട്ടാൻ പോകുന്നത്. ആ വ്യക്തിയുടെ ടീമിലേക്ക് ഇപ്പൊ ഡയമണ്ട് ടു ഡയമണ്ട് ആകുമ്പോൾ ഡയമണ്ടിന്റെ താഴേക്കുള്ള ബിസിനസ്സിന് ആ ഡയമണ്ടിനെ കിട്ടുള്ളൂ. ആരാണോ അതിൽ ഫസ്റ്റ് ഡയമണ്ട് ആയിട്ട് നിൽക്കുന്നത് ആ വ്യക്തിക്കാണ് ആ ഫുൾ കമ്മീഷൻ പോവുക. പക്ഷേ ഈ പറയുന്ന ഡയമണ്ടിന് നമ്മൾ നേരത്തെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 3x ലിമിറ്റ്. അപ്പോൾ $10,000 അല്ല ഒരു ഏർണിങ്സ് അയാൾക്ക് ഡെയിലി ഉണ്ടെങ്കിൽ അയാൾക്ക് 3x ലിമിറ്റ് ആണെങ്കിൽ അതിന്റെ 1/3 എമൗണ്ട് ആ വ്യക്തി വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ ഏത് റാങ്കുകാരനാണെങ്കിലും അത് തന്നെ. ആ 1/3 നമ്മൾ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്താണ് നമ്മുടെ ലിമിറ്റുകൾ കൂട്ടുന്നത്. ഓരോ തവണ റീഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും സ്പോൺസറിന്റെ മുകളിലുള്ള ആളും അതിന് മുകളിലത്തെ റാങ്കുകാർക്കും എല്ലാവർക്കും ഏർണിങ്സ് ഉണ്ട്. ടോട്ടൽ 35% ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ പറയുന്ന ഇതിൽ മാത്രം. 2 ലെവലും 4 റാങ്കും കൂടിയിട്ട് 35% എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1,000 ബിസിനസ് $350 ആണ് ഇതിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ അതിനകത്തുണ്ട്. പ്ലസ് നമുക്ക് ഒരു അഡീഷണൽ ഒരു ഇൻകം എന്ന് പറയുന്നത് നമുക്ക് 5ാമത്തെ ഇൻകം, 3ാമത്തെ ഇൻകം ലെവൽ ഇൻകം ആയിരുന്നു, 4ാമത്തത് റാങ്ക് ഇൻകം ആണ്, 5ാമത്തത് നമുക്ക് വരുന്നത് റോയൽറ്റി ആണ്. അപ്പൊ റോയൽറ്റി എന്താണ്? ഇവിടെ നമുക്ക് ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് ഈ 3 റാങ്കുകൾക്കും 1 പോയിന്റ്, 2 പോയിന്റ്, 4 പോയിന്റ് എന്നുള്ള രീതിയിൽ പോയിന്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റ്സിന് നേരത്തെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് പൂളിലെ കാര്യം പറഞ്ഞ മാതിരി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഈ പറയുന്ന 3 റാങ്കിലേക്ക് ഒരു ചെറിയൊരു എമൗണ്ട്, ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ എമൗണ്ട് ആണ്, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂജ് നല്ല ഡെയിലി ടേൺ ഓവർ ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ടേൺ ഓവറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന റാങ്ക് അച്ചീവേഴ്സിനൊക്കെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു എമൗണ്ട് ഏൺ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ ഉണ്ട്. അതിൽ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ആയതിനു ശേഷം അടുത്ത 50 ദിവസത്തേക്കാണ് ഗോൾഡിന് ഒരു ലിമിറ്റ് ഉള്ളത് ഈ റോയൽറ്റി ഏൺ ചെയ്യാനായിട്ട്. 50 ദിവസത്തിനുള്ളിൽ ഗോൾഡിന് ഈസി ആയിട്ട് എമറാൾഡ് റാങ്കിലേക്ക് വരാം. എമറാൾഡ് റാങ്കിൽ വന്നു കഴിഞ്ഞാൽ എമറാൾഡ് റാങ്കിന്റെ 2 പോയിന്റിന്റെ ഇതില് അദ്ദേഹത്തിന് അടുത്ത 100 ദിവസം ഏൺ ചെയ്യാൻ പറ്റും ഈ എക്സ്ട്രാ റോയൽറ്റി. ഇത് നമ്മുടെ മറ്റുള്ള കമ്മീഷനെക്കാട്ടും പുറമെയാണ് കിട്ടുന്നത്. അപ്പൊ അതുണ്ടാവും. അതിനുശേഷം അവിടെ 100 ദിവസം കംപ്ലീറ്റ് ആവുന്നതിനുള്ളിൽ അദ്ദേഹം ഡയമണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം, പിന്നെ അതിന് ഡേയ്സ് ഇല്ല, ഇത്ര ദിവസത്തിലേക്ക് മാത്രമല്ല ലൈഫ് ടൈം ആയിട്ട് ആ വ്യക്തി ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ID കട്ടാവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിനകത്തില്ല. ID ബ്ലോക്ക് ആക്കുക അല്ലെങ്കിൽ ID കട്ടാവുക അങ്ങനെയൊന്നും ഈ സിസ്റ്റത്തിൽ ഇല്ലാത്തതുകൊണ്ട് ലൈഫ് ടൈം ഒരിക്കലും അയാൾ വന്ന് ഇനി അയാളുടെ ടീമിൽ യാതൊരു വിധത്തിലുള്ള ബിസിനസ്സും ഇല്ല, ഇനി പുതിയ ഫ്രഷ് ആയിട്ട് ഒരു ബിസിനസ് പോലും ഇല്ലെങ്കിൽ പോലും ആ വ്യക്തി ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ അയാള് മിനിമം എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലീഡർഷിപ്പ് റോയൽറ്റി എന്ന് പറയുന്ന അയാളുടെ ലൈഫ് ടൈം ഉണ്ടാവും. അതൊരാൾക്കും തടയാൻ പറ്റില്ല. നാളെ ആ ടീമിൽ ബിസിനസ് ഉണ്ടോ ഇല്ലേ ആരും ഇതിന് ചോദിക്കാനില്ല, ഒരാളും ഒരു ചോദ്യം ചോദിക്കില്ല ഇതിനകത്ത്. കാരണം അതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഈവൻ അഡ്മിൻസിന് പോലും ആരെയും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബിസിനസ് ഉണ്ടെങ്കിൽ സിസ്റ്റം റൺ ചെയ്യും, ബിസിനസ് ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ അനങ്ങാണ്ടിരുന്നുള്ളത്, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വളരെ പൊട്ടൻഷ്യലാണ്, മാർക്കറ്റിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ഇന്നേ വരാരും കൊണ്ടുവരാത്ത ഒരു സിസ്റ്റമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് വർക്ക് ചെയ്യുക. അതായത് ഞാൻ ഇതിനകത്ത് കോയിൻസ് വാങ്ങുന്നു, പ്ലസ് എനിക്ക് ഇതിനകത്ത് ഞാൻ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമാവുന്നു. എന്റെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് ഈ സിസ്റ്റത്തിലുണ്ട്, എക്കാലവും നിലനിൽക്കും. നോർമലി പല ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റം ചോദിക്കുന്നത് എത്ര കാലം ഉണ്ടാവും ചോദിക്കും.
ഇവിടെ അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് ലൈഫ് ടൈം ആണ്, അത് ഗ്യാരണ്ടീഡ് ആണ്. ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് വോളറ്റിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അൺസർട്ടിനിറ്റീനെ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് നമുക്ക് ഒട്ടും അറിയാത്തൊരു കണ്ടീഷനിൽ ജനങ്ങൾ കോടാനുകോടിക്കണക്കിന് രൂപയുടെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ദിനം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവറി 24 hours. നമ്മൾ ക്രിപ്റ്റോ കറൻസിയുടെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ലിക്വിഡേറ്റ് ആയി പോകുന്നുണ്ട്. അത് നഷ്ടപ്പെട്ടു പോവാണ്, ട്രേഡ് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. അത്രയ്ക്കും ഹ്യൂജ് ആണ്. ഒരു ദിവസം തന്നെ മിനിമം $100 മില്യൺ ഒക്കെയാണ് ഒരു ദിവസം നഷ്ടപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടപ്പെടാത്ത ഒരു സിസ്റ്റമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ടോട്ടലി ചലഞ്ചിങ്. നമുക്ക് ഓൾറെഡി ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റ് ആയിട്ട് നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ടെതർ ഓഷ്യൻ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, ഒരു ലൈഫ് ടൈം പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് വേറെ മാർക്കറ്റിൽ പല ലുക്രേറ്റീവ് നമ്മളെ എന്താ പറയാ, നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പല പ്രോജക്റ്റുകളും മാർക്കറ്റിൽ ഉണ്ടാവും. ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 6 മാസം, ഇതെല്ലാം ഉണ്ടാവും. ഹൈ yielding എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, HYIP എന്ന് പറയും. അതുപോലത്തെ പ്ലാനുകളിൽ നമുക്ക് എപ്പോഴാണ് കമ്പനി ബ്രോക്ക് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഉള്ള അഷ്യൂറൻസ് അവിടെയാണ്. ഫസ്റ്റ് തിങ്, ഞാൻ ഈ കമ്പനി നിലനിൽക്കോ? യെസ്. എനിക്ക് ഇവിടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ഞാൻ വർക്ക് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ടോ? യെസ്. മറ്റേതൊരു സിസ്റ്റത്തിനേക്കാളും വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഈ ഒരു സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടീം ബിൽഡ് ചെയ്യാനായിട്ട്. കാരണം ഒരു കസ്റ്റമർക്ക് നഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാലോ. നഷ്ടപ്പെടുന്നതിന്റെ പേടി വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മടിക്കുന്നത്. ഒരു പ്രോജക്റ്റിലേക്ക് വരാണ്ടിരിക്കുന്നതിന്റെ റീസൺ എന്താണ്? ഞാൻ ഇതുപോലത്തെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നഷ്ടം പറ്റി, അതുകൊണ്ട് ഇനി ഞാൻ ആ ഒരു ടൈപ്പ് ഇതിലേക്കില്ല. പക്ഷെ നമ്മൾ ഇവിടെ മാർക്കറ്റിൽ ഇന്നേ വരെ വരാത്ത തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാൾക്ക് പോലും ഇത്രയധികം നമുക്കിപ്പോ ഓൾറെഡി 600 സംതിങ് മെമ്പേഴ്സ് ഉണ്ട്. ഈ 600 പേർക്കും അവരുടെ കയ്യിൽ കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എല്ലാ ദിവസവും അവർ വാച്ച് ചെയ്യുന്നുണ്ട്, അവരുടെ കോയിന്റെ വാല്യൂ കയറുന്നു. അതിന് അവർ എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിലും കമ്മ്യൂണിറ്റിയിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ആരെങ്കിലും ബിസിനസ് ചെയ്താലും അവരുടെ കയ്യിലിരിക്കുന്ന കോയിന്റെ വാല്യൂ കയറുന്നുള്ളത് 100% അഷ്യൂർഡ് ആണ്. അതിൽ യാതൊരു തർക്കമില്ല. അതിൽ ഒരാൾക്ക് പോലും അതിനെ പരാതി പറയാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, മേ ബി ഇത് സ്ലോ ആയിട്ട് പോകും, ചില നേരത്ത് ഫാസ്റ്റ് ആയിട്ട് പോകും, അതെല്ലാം സംഭവിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ കോയിന്റെ വാല്യൂ, നിങ്ങൾക്ക് 35% കിട്ടിയതിന്റെ ആ വാല്യൂ ഒരിക്കലും താഴേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരാളും കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ടെതർ ഓഷ്യൻ പ്രോജക്റ്റിന്റെ ഇതുള്ളത്. നമുക്ക് നല്ല രീതിയിലുള്ള അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിലുണ്ട്. ഒരു ഗുഡ് നെയിം നമുക്ക് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു നല്ലൊരു പ്രോജക്റ്റ് ആണ്, ഒരു ടെൻഷനും ഇല്ലാത്തൊരു പ്രോജക്റ്റ് ആണെന്നുള്ളതുണ്ട്. അപ്പൊ ഇതിന്റെ ഫർദർ ആയിട്ട് നമുക്ക് ഇതിലുള്ള കുറെ ലീഡേഴ്സിന് വേണ്ടിയിട്ട്, നമ്മൾ ഇതിൽ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ലീഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വരുന്ന ജൂൺ 6 തീയതി നമ്മൾ തൃശ്ശൂര് പേൾ റീജൻസി ഹോട്ടലിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ഉള്ളൂ, 50 പേർക്കുള്ള സീറ്റേ ഉള്ളൂ. ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് ചെറിയൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ താല്പര്യമുള്ളവർക്ക് നമുക്ക് വെൽക്കം ആണ്. പക്ഷെ ഒരു മിനിമം ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം, ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൽ താല്പര്യമുള്ളവർക്കാണ് ഇതിന്റെ ഒരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിക്കല്ല ഇതിന് ഇൻവിറ്റേഷൻ ഉള്ളത്. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ്. കാരണം വർക്ക് ചെയ്ത് എന്റെ ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ ആയിട്ട് എനിക്ക് ഈ ഒരു പ്ലാൻ കൊണ്ട് സാധ്യമാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു 5 ഡയറക്ട് റെഫറൽ മിനിമം ചെയ്തിട്ടുണ്ടാവും. $20 5 പേരായാലും മതി. ടോട്ടൽ എനിക്ക് ഒരു $500 ബിസിനസ് ഉണ്ടാവും. 500 പേരുടെ ടോട്ടൽ ബിസിനസ്സും 5 ഡയറക്ട് റെഫറലും ഉള്ള ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ ഇതിലേക്ക് വരാം. പക്ഷെ മുൻകൂട്ടി നിങ്ങൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം തരണം. കാരണം നമ്മൾ 50 പേരാണ് നമുക്ക് പറഞ്ഞിട്ടുള്ള ലിമിറ്റ്. ചിലപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരും കൂടി കൂടും. അപ്പൊ അത് ഇന്ന് തൊട്ട് ഈ പറയുന്ന ഒരു ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് തരാം, നിങ്ങൾ അത് അച്ചീവ് ആയിട്ടുണ്ടെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് തരാം. നമുക്ക് ഇന്നിപ്പോ നാളെ 1-ാം തീയതിയാണ്, 6-ാം തീയതിയാണ്, വ്യാഴാഴ്ച 6-ാം തീയതിയാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എല്ലാ ലീഡേഴ്സിനും ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒന്ന് ചോദിക്കണം,